രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്നെ കൊല്ലാനൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എന്നെ വിട്ട് കഴിഞ്ഞാലേ പൂച്ച വന്നാണ് എന്നെ ശരിപ്പെടുത്തും. പൂച്ചൻ്റെ വെള്ളം കഴിച്ചിലാക്കി അടിപൊളി കാണില്ലല്ലോ. കാക്കക്കുട്ടിയാട്ടത് രാത്രി ഇപ്പോൾ ഒരു 8-9 മണിയായിക്കണ്. അപ്പോൾ മരത്തിൽ വന്ന് എവിടുന്നോ ഇറങ്ങി വന്നൊരു പൂച്ച ശല്യം ചെയ്തിട്ട് ഞാനിപ്പോൾ ഒച്ച ഇട്ടിട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ പറ്റും നോക്കാം. ഇതിനിവിടെ കൂട്ടിലെവിടെ ഇട്ടിട്ട് രാവിലെ വിട്ടാലോ? നടക്കി കൂട്ടിലിട്ട് നമുക്ക് രാവിലെ ഏതോ മരത്തുമ്പന്ന് ചാടി വയ്ക്കൂലേ. അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്നെ കൊല്ലാനൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എന്നെ വിട്ട് കഴിഞ്ഞാലേ പൂച്ച വന്നാണ് എന്നെ ശരിപ്പെടുത്തും. പൂച്ചൻ്റെ വെള്ളം കഴിച്ചിലാക്കി കള്ളന്ന് വെച്ചിട്ട് വരുന്നില്ലല്ലോ. രാത്രി ആയതോണ്ട ഉറങ്ങിയേക്കും. അന്ന് വന്ന് ആ മതി. ഇത് കമ്പി വെച്ചത് അതിമോ തള്ളന്റെ കാട്ടി തരാണ്. ആ കയറ്റും വെച്ചോക്കാ. അടന്നോട്ടെ. രാത്രി കണ്ണാടിച്ചാ എവിടെ പോയി? അങ്ങനെ അതിന് കാണാതായിട്ടാ. പെട്ടെന്ന് എവിടെക്കോ അത് ഒളിഞ്ഞു. തൊട്ടടുത്ത വീട്ടിലേക്ക് പറന്നതായിട്ട് തോന്നുന്നു. പോയോക്കട്ടെ. പോയ സ്ഥിതിക്കേ നമുക്ക് എന്താക്കണം, അത് ഏത് ഇരുട്ടത്താണെങ്കിലും അതിനെ തപ്പി പിടിച്ചെടുത്ത് കൂട്ടിൽ സുരക്ഷിതമായി വെക്കല് നിർബന്ധം. എനിക്ക് രാവിലേക്കൊക്കെ അത് പിന്നെ പൂച്ച പിടിച്ചോണ്ടുപോകും. ഏതായാലും നമ്മളൊരു ഉപകാരം ചെയ്തിട്ടേ ഞാൻ ഇവിടെ കാക്ക അതിന്റെ തള്ള വന്നാണ്ട് അങ്ങനെ പറന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് കയറ്റുമ്പോൾ വെച്ചിരുന്നു. പക്ഷെ അത് മിസ്സായി പോയി. അപ്പുറത്തേക്ക് ഓടോടെ പോയിട്ടുണ്ട്. അടുത്ത വീട്ടിലാണെങ്കിൽ ആളുമില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, പാമ്പെന്തുണ്ടോന്നാവോ. അപ്പോൾ നമുക്ക് പോയോക്കാം. പോയിട്ട് അതിനെ പിടിച്ചിട്ട് അതിന് സുരക്ഷിതമായി വെക്കണം. ഏതായാലും അതിന് ഹൈറ്റിൽ പറക്കാൻ വയ്യട്ടോ. അങ്ങനെ അടിയിൽ കൂടെ മാത്രം പറക്കണതുകൊണ്ട് പൂച്ചക്ക് പിടിക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഒഴിവാക്കി പോകാൻ തീരുമാനമില്ല. അതിന് പിടിച്ചിട്ട് സുരക്ഷിതമായി വെക്കട്ടെ. ഇതിൻ്റെ ടൂൾസ് ഇടുന്ന ഷെഡാട്ടോ, ചെറിയൊരു ഷെഡാണ്. അപ്പോൾ അതിലൊരു ബക്കറ്റ് എന്തെങ്കിലും വെച്ച് മൂടി റെഡിയാക്കി വെക്കാം. അപ്പം ചങ്ങായിമാരെ, നമ്മളെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഫോളോ ചെയ്യും. സുരക്ഷിതമായിട്ട് അവിടെ വെക്കട്ടെ. ശ്വസിക്കണ്ട. അപ്പോൾ നമുക്ക് കല്ലെന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഫേസ്ബുക്ക് പേജിൻ്റെ അതേ പേര് തന്നെ ഹാരിസ് ടി കെ വൈത്തിരി എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ. അതാ രാത്രി കുറേ വൈകിട്ടോ. ഞാൻ ഇതിനെ കുറേ തിരഞ്ഞെടുന്നീനു. അപ്പുറത്തെ തോട്ടത്തിലും അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെ തിരഞ്ഞെടുന്ന് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഏതായാലും സുഹൃത്തുക്കളെ, ഇപ്പോൾ രാത്രി ഒരു 10-10:30 മണിയായിട്ടോ. അതിനെ കുറേ തിരഞ്ഞെടുന്നിരുന്നു. അതൊന്നും വീഡിയോയിൽ പെടുത്താതെന്നതാണ്. അപ്പോൾ ഇതാ രാവിലെ ഞാൻ പോയി വിടണം. ഇതപ്പോൾ നേരം വെളുത്തപ്പോൾ തന്നെ കാക്കക്കുട്ടിൻ്റെ സൗണ്ടൊക്കെ നല്ല പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയി ഡോർ നോക്കട്ടെ. കാണില്ലല്ലോ. കൊത്തുന്നു. എൻ്റെ വൈഫ് അപ്പോൾ ഇതിന് മീനൊക്കെ വാങ്ങിയിട്ടോ.
മീൻ മാതള വാങ്ങി. അപ്പോൾ മാതളിൻ്റെ തോലൊന്നും കൊടുത്തിട്ട് തിന്നണില്ല. ഈ കാക്കൻ്റെ തൊള്ളൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണോണ്ടേ അതുകൊണ്ട് ഇറക്കി വിടാൻ കഴിയണില്ല. അപ്പോൾ എന്തായാലും തള്ള വിവരം അറിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. 2 കാക്കകളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീറ്റ ഒന്നും കൊടുത്ത് അധികം സമയങ്ങളുണ്ട്, അത് തിന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഏതാണ്ട് രാവിലെ ഇത് സുരക്ഷിതമായി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം. അത് ജീവൻ രക്ഷിച്ചല്ലോ. ആ ഊട്ടം കടിച്ചു. തള്ള വന്നിട്ടുണ്ട്. ഇതാ വീടാണ്. വീടിന് മുമ്പ് ഒരു തീറ്റും കൂടി കൊടുത്ത പോലെ. തിന്നുന്നില്ല. പോയിക്കോ. ആ വീടിൻ്റെ ടെറസും ഇതുമ്മ കയറി, സെൻസൈഡുമ്മ കയറി. ആക്കിക്കോ, തള്ള കൈകാര്യം ചെയ്തോളൂ. പൂച്ച എന്തായാലും പിടിച്ചുകൊണ്ടുപോകും. പൂച്ച പിടിച്ച് സൈസാക്കണതിന് മുമ്പ് നമ്മളത് സെറ്റാക്കി അപ്പുറത്തെ ഓടുമ്പൊക്കെ പോയേ. തള്ളക്ക് ഇങ്ങോട്ട് എടുത്തേക്ക് വരാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. നല്ല മഞ്ഞാണ്. അതിരാവിലെ വേഗം പോയിട്ട് അതിന് വിട്ടതാ. ഏതായാലും ഒരു സന്തോഷമായിട്ടോ മനസ്സിന്. രാത്രി പൂച്ച പിടിക്കാനുള്ളതിനും. വീണ്ടും കാണാം.